പിണറായി വിജയൻ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ക്ഷേമ പെൻഷൻ പദ്ധതികളുമായി അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്നു. ആ ഘട്ടമാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി 6 മാസമാണോ 8 മാസമാണോ 4 മാസമാണോ തെരഞ്ഞെടുപ്പിനൊന്ന് നോക്കിയിട്ടായിരിക്കില്ല അത് ചെയ്തിട്ടുണ്ടാവുക. കാരണം ഇനി 6 മാസം ഇലക്ഷൻ സ്റ്റണ്ടാണെങ്കിൽ നിയമസഭാ ഇലക്ഷനാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിന് തൊട്ട് മുമ്പ് അനൗൺസ് ചെയ്താൽ പോരെ? ഇനി 6 മാസം മുന്നേ അനൗൺസ് ചെയ്യേണ്ട കാര്യമുണ്ടോ? അതല്ലല്ലോ. ഇപ്പോൾ അനൗൺസ് ചെയ്യുന്നത് എന്താണ്? ഇപ്പം നാളെ തുടങ്ങി കൊടുക്കണം. ഈ പറയുന്ന 1-ാം തീയതി, നവംബർ മാസം 1-ാം തീയതി പ്രാബല്യത്തിൽ വരികയാണ്. അടുത്ത മാസം തുടങ്ങി കൊടുത്തു പോകണ്ടേ? അപ്പോൾ ഇതുണ്ടാക്കുന്ന ഒരു ഗുണം എന്ന് പറയുന്നത് സാധാരണക്കാരൻ അതിൻ്റെ സന്തോഷം സാധാരണക്കാരുടെ ഇടയിൽ ഉണ്ട് താനും കേട്ടോ. ഇത് പല ബൈറ്റുകൾ ശ്രദ്ധിച്ചാൽ മതി. ഇത് 200 രൂപ, 1600 രൂപ മരുന്ന് വാങ്ങാനും ഭക്ഷണം കഴിക്കാനുമായിട്ട് വീട്ടിലേക്ക് പോസ്റ്റ്മാൻ്റെ അടുത്ത് കാത്തിരിക്കുന്ന ജനങ്ങളുടെ കയ്യിലേക്ക് 2000 രൂപ വരുമ്പോൾ കിട്ടുന്ന സന്തോഷമുണ്ടല്ലോ, ആ സന്തോഷം ചിലപ്പോൾ ഇന്ന് ഉണ്ടാകുന്നത് അവർക്ക് അടുത്തൊരു കാര്യം കൂടെ ആലോചിച്ച് ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതാണ്. അതുപോലെ കുടിശ്ശികയില്ലാതെ നിർത്തുക എന്നുള്ളതും. കുടിശ്ശികയില്ലാതെ ഈ കാര്യങ്ങൾ ചെയ്യുന്നാൽ ഇത് വിമർശിക്കുന്നവരുണ്ടല്ലോ. 18 മാസം കുടിശ്ശിക വരുത്തി ഈ സംസ്ഥാന ഇലക്ഷനെ നേരിട്ടവരാണ് കേട്ടോ. 18 മാസം കുടിശ്ശിക വരുത്തി ഇലക്ഷനെ നേരിട്ടവരാണ്. ഇപ്പം എന്താ കുടിശ്ശികയില്ലാതെ എല്ലാവർക്കും ക്ഷേമ പെൻഷൻ കൂട്ടിക്കൊടുക്കുന്നുള്ളത്. അത് കൊടുക്കുന്നത് എവിടെ നിന്നാണെന്ന് ചോദിക്കേണ്ട അർത്ഥമില്ല. കിട്ടിയില്ലെങ്കിൽ പറഞ്ഞാൽ പോരെ. നിങ്ങൾ കൊടുത്തില്ലെങ്കിൽ ചോദിക്കാം കിട്ടിയിട്ടില്ല എന്നുള്ളത്. ഇപ്പോൾ എല്ലാവരും അങ്ങനെയാണല്ലോ. ചെയ്യുന്നതിന് മുന്നേ ചോദിച്ചുകൊണ്ടിരിക്കും, ചെയ്യുമ്പോൾ കണ്ടാൽ പോരെ. അപ്പോൾ കിട്ടുന്നതിൻ്റെ കാര്യത്തിനെ കുറിച്ചിട്ട് കിട്ടിയതിന് ശേഷം പറഞ്ഞോട്ടെ, അതൊരു പ്രശ്നമില്ല എന്നുള്ളതാണ്.